ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഞങ്ങളുടെ കുടുംബത്തിൽ ഞങ്ങളൊരു ടെസ്റ്റിമണി പറഞ്ഞാൽ വെട്ടിയെടുത്ത പാറയിലേക്കും കുഴിച്ചെടുത്ത ഖനിഗർഭത്തിലേക്കും തിരിഞ്ഞു നോക്കിയാൽ യാതൊരു യോഗ്യതയുമില്ലാത്ത കുടുംബ പശ്ചാത്തലത്തിൽ നിന്നാണ് ഞങ്ങൾ ദൈവപാതയ്ക്ക് കടന്നു വന്നത്. എൻ്റെ പിതാവിൻ്റെ പേര് എം ലോറൻസ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ഒരു നേതാവായി ആണ്. അപ്പച്ചനിപ്പോഴും ജീവിച്ചിരിപ്പുണ്ട്. 95 വയസ്സായി. ഒരു നിരീശ്വരവാദിയായി ജീവിതകാലം മുഴുവൻ കഴിച്ചു. ഞങ്ങളെ ഒരു ജാതി മതമൊന്നും ഇല്ലാത്തവരായാണ് വളർത്തിക്കൊണ്ടുവന്നത്. അവിടെ നിന്ന് കർത്താവ് ഞങ്ങളെ വിളിച്ച് വേർതിരിച്ച ആ ഒരു അനുഭവം പറഞ്ഞാൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഞങ്ങൾ വിദ്യാഭ്യാസം നടത്തുന്ന സമയത്തൊക്കെയും ഞങ്ങൾ അതെല്ലാം നടന്നു. പക്ഷേ വിവാഹശേഷം ഞങ്ങളുടെ കുടുംബത്തിൽ നിന്ന് എന്നെയാണ് കർത്താവ് വിളിച്ച് വേർതിരിച്ചത്. അതിന് മുമ്പ് ഞങ്ങളുടെ വിവാഹത്തിന് ശേഷം കുടുംബജീവിതത്തിലുണ്ടായ തകർച്ച, കുടുംബജീവിതത്തിൽ പരസ്പരം ചർച്ചയില്ലാതെ ഞങ്ങൾ രണ്ടുപേരും ഒരു ബ്രേക്കില്ലാത്ത കാറിൽ എങ്ങനെ ആയിരിക്കുമോ അതുപോലത്തെ ഒരവസ്ഥയായിരുന്നു. ഞങ്ങൾ ദുബായിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. എവിടെ ചെന്ന് ഇടിച്ച് തകരും എന്നുള്ള ആ ഒരു ഭയത്തിൽ ദൈവമില്ലെന്ന് പറഞ്ഞെങ്കിലും ഞാൻ പിന്നീട് കത്തോലിക്ക പോട്ടയിൽ, മുരിങ്ങൂരിൽ, മന്ത്രവാദികളുടെ അടുത്ത്, മറ്റ് പല എന്നെക്കൊണ്ട് പറ്റാവുന്ന ഇടത്തൊക്കെയും ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി പോയി. അവിടെയൊന്നും പരിഹാരം ലഭിച്ചില്ല. കർത്താവിന് മനസ്സലിഞ്ഞു. ഞങ്ങളുടെ പടകിലേക്ക് കർത്താവ് കയറി. ദൈവത്തിന് സ്തോത്രം. ദൈവം ഹല്ലേലൂയ ഞങ്ങളുടെ ജീവിതത്തെ ശാന്തമാക്കി. ഞങ്ങളുടെ മക്കൾ, ഞങ്ങൾ തമ്മിലുള്ള പ്രയാസങ്ങളിൽ മക്കളും ഞങ്ങളെ വിട്ട് ഞങ്ങളിൽ നിന്ന് ദൂരെ പോയി. അവർക്ക് എവിടെ നിന്ന് സ്നേഹം കിട്ടുമോ അവിടേക്ക് അവരും നീങ്ങി. അവരെ നിയന്ത്രിക്കാനൊന്നും ഞങ്ങൾക്ക് യാതൊരു തരത്തിലും കഴിഞ്ഞില്ല. ലോകപ്രകാരം അവരെല്ലാ മണ്ഡലങ്ങളിലും മ്ലേച്ഛതയുടെയും മലിനതയുടെയും പാപത്തിൻ്റെയും വഴികളിൽ പോയി. ഞാൻ 1-2-3 ടെസ്റ്റ് മണികൾ യൂട്യൂബിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ ടെസ്റ്റ് മണി പറയുമ്പം എൻ്റെ മൂത്ത മോൻ ജോൺ പറയും, അമ്മ ടെസ്റ്റ് മണി പറയുന്നത് പോളിഷ് ചെയ്ത് പറയരുത്, പൗഡർ കോട്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളൊന്നുമല്ല ബൈബിളിൽ പറഞ്ഞിരിക്കുന്നത്. അതുകൊണ്ട് അമ്മ എല്ലാം സത്യമായിട്ട് അങ്ങനെ പറയണം എന്ന് പറയും. അങ്ങനെ ഞാൻ പറഞ്ഞാൽ, എൻ്റെ ടെസ്റ്റ് മണി പറഞ്ഞാൽ എൻ്റെ കുടുംബത്തിലുള്ളവർക്ക് പോലും എന്നോട് പ്രയാസം തോന്നും. കേൾക്കുന്ന ചിലർക്കും എന്തിനാ ഇത്ര പച്ചയായിട്ട് പറയുന്നതെന്നൊക്കെ തോന്നും. അതുകൊണ്ട് ഞാൻ അങ്ങനെ ഒന്നും പറഞ്ഞിട്ടില്ല. ദൈവത്തിന് സ്തോത്രം. ദൈവം ഞങ്ങളെ എല്ലാ മണ്ഡലങ്ങളിൽ നിന്നും വിളിച്ച് വേർതിരിച്ചു. പാപ സാഹചര്യങ്ങളിൽ നിന്ന് കർത്താവിൻ്റെ രക്തത്താൽ ഞങ്ങളെ വിടുവിച്ചു. ഞങ്ങൾ ചെയ്ത പാപമലിനമായ ഞങ്ങളുടെ ജീവിതത്തിന് പരിഹാരം കർത്താവ് 2000 വർഷങ്ങൾക്ക് മുമ്പേ തൻ്റെ ശരീരത്തിൽ അതിൻ്റെ പരിഹാരം കർത്താവ് ചെയ്തിരുന്നു. അത് ഞങ്ങൾ മനസ്സിലാക്കിയപ്പോൾ കർത്താവിൽ ഞങ്ങൾ തന്നെ സമർപ്പിക്കാനിടയായി. ആ മണ്ഡലങ്ങളിൽ നിന്ന് കർത്താവ് മക്കളെയൊക്കെയും വിളിച്ച് വേർതിരിച്ചു. ജോൺ കുടുംബമായി ഫിലിപ്പൈൻസിലായിരിക്കുന്നു. ഈ കുഞ്ഞുങ്ങളെ കർത്താവിൽ വളർത്തിയെടുക്കുവാൻ അവരേറ്റവും ഉത്സാഹിച്ചുകൊണ്ടിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. രണ്ടാമത്തെ മകൻ ജോണിൻ്റെ ട്വിൻ ബ്രദറാണ്, ലോറൻസ് ആണ്. പാസ്റ്റർ ശുശ്രൂഷിച്ചതിൽ പറഞ്ഞതുപോലെ ഒരു ഭൂതഗ്രസ്തൻ, ആരെ കൊണ്ട് നിയന്ത്രിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥയിലായിരുന്നു. അവിടെ നിന്ന് തന്നെത്താൻ US പഠിക്കാൻ പോയി. എനിക്ക് ഒത്തിരി ടെൻഷനായിരുന്നു. ഇവിടെ വെച്ച് ആർക്കും നിയന്ത്രിക്കാൻ പറ്റാത്ത മോൻ US പോയാൽ എന്താവും, അവിടുത്തെ നിയമങ്ങളും കാര്യങ്ങളൊക്കെ ഭയമായിരുന്നു. എന്നാൽ ദൈവം അവനെ ഒരു വലിയ രൂപാന്തരം വരുത്തി. കാലിഫോർണിയ ഫയർ ഫൈറ്റിംഗ് ഡിപ്പാർട്ട്മെൻറ്റിൽ എൻജിനീയറായിട്ട് ഇപ്പം വർക്ക് ചെയ്യുന്നു. ദൈവത്തിന് സ്തോത്രം. ഞങ്ങളുടെ ഇളയ പൈതൽ ഇന്നലെ എൻഗേജ്മെൻറ്റ് കഴിഞ്ഞ തോമസ് ഓസ്ട്രേലിയയിൽ ലോയറായിട്ട് ജോലി ചെയ്യുന്നു. അവിടെ പോയിട്ട് മാസ്റ്റേഴ്സ് ലോയേഴ്സിന് പഠിച്ചു. അവിടെ കൂടെ ജോലി ചെയ്യുന്ന ആലിസ് വിൽക്കിന് ഇന്നലെ എൻഗേജ്മെൻറ്റ് നടക്കുവാനിടയായി. ആലിസിൻ്റെ മാതാപിതാക്കൾ ജോൺ വിൽക്കും ബാർബറ വിൽക്കും ഇവിടെയുണ്ട്. അത് ഞങ്ങൾ അങ്ങനെ ഒരു ഫാമിലിയിലേക്കൊന്നും അവർ പണ്ടേ തന്നെ വിശ്വാസത്തിലുള്ളൊരു ക്രിസ്ത്യൻ ഫാമിലിയാണ്. എന്നാൽ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം യാതൊരു യോഗ്യതയില്ലാത്തൊരു അവസ്ഥയിലായിരുന്നു. ദൈവം ഞങ്ങളെ ശുദ്ധീകരിച്ചു, ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് കൊണ്ടുവന്നു. ഇന്ന് കുടുംബമായി കുഞ്ഞുങ്ങളോടൊത്ത്, അവരുടെ കുടുംബങ്ങളോടൊത്ത്, ആലിസിൻ്റെ പാരൻസിനൊത്ത് ഞങ്ങൾക്ക് ഇവിടെ നിൽക്കാൻ പറ്റിയത് കർത്താവ് അതിൻ്റെ മുന്നിൽ ഒരുപാട് കണ്ണുനീര്, ഒരുപാട് പേരുടെ പ്രാർത്ഥന ഞങ്ങൾക്ക് വേണ്ടി ഉണ്ടായിരുന്നു. ഈ ചർച്ചിലെ സീനിയർ പാസ്റ്റർമാർ ബേ പാസ്റ്ററും ഗ്രേസ് ആൻറ്റിയും ഇപ്പോൾ ഓർക്കുന്നു. പാസ്റ്റർ സിസി ആൻറ്റി ഞാനിവിടെ വെക്കേഷൻ വരുമ്പോഴേക്കും
ജോൺ ലോറൻസ് തോമസ് അവരുടെ എപ്പോഴും എങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിക്കും. അതുപോലത്തെ അവസ്ഥകളിലായിരുന്നു മേരിക്കുട്ടി ആൻറ്റി, അലിയമ്മ ആൻറ്റി. ഞാൻ പേര് പറഞ്ഞാൽ പലരുടെയും പേര് വിട്ടുപോകുന്നോർത്ത് ഞാൻ പേര് പറയുന്നില്ല. ഞങ്ങൾക്ക് വേണ്ടി ഇവിടെ പ്രാർത്ഥിച്ചവർ അനേകരാണ്. അലയനിലായിരുന്നു ഞങ്ങൾ 20 വർഷക്കാലം. അലയൻ പെന്തക്കോസ്റ്റൽ ചർച്ചിലുള്ളവർ നിരന്തരമായി ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുമായിരുന്നു. അങ്ങനെ അനേകരുടെ പ്രാർത്ഥനയുടെ ഫലമാണ് ഞങ്ങൾ ഇന്ന് ഈ കാണുന്ന ഞങ്ങൾ. ഏതവസ്ഥയിൽ നിന്നും ദൈവത്തിന് വിടുവിപ്പാൻ കഴിയുമെന്നും എത്ര മലിനതയിൽ നിന്നും മ്ലേച്ഛതയിൽ നിന്നും കർത്താവ് ലജ്ജ കൂടാതെ, ഞാൻ പറയും ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. നമ്മളെ ലജ്ജിപ്പിക്കാൻ പിശാച് ഉണ്ടാക്കിയ പദ്ധതികൾ എനിക്കിവിടെ പറയാൻ പറ്റത്തില്ല. ഹല്ലേലൂയ, സ്തോത്രം. ആ ലജ്ജ ദൈവം മാന്യമാക്കി തീർത്തു. ദൈവത്തിന് സ്തോത്രം. കർത്താവിന് ഹല്ലേലൂയ, സ്തോത്രം. ദൈവമേ, ആ പിശാച് ഞങ്ങളെ തലമൂടിക്കൊണ്ട് നടക്കേണ്ട അവസ്ഥയിൽ നിന്ന് ഇന്ന് ഞങ്ങളിവിടെ നിൽക്കുന്നത് ഹല്ലേലൂയ. ഇന്നലെ നടന്ന എൻഗേജ്മെന്റ് സെറിമണി എല്ലാം ദൈവത്തിൻ്റെ ഹല്ലേലൂയ. ദൈവം അതിനെ തകർത്ത് കളഞ്ഞു. പിശാചിന്റെ പ്രവൃത്തികൾ അഴിപ്പാൻ തന്നെ ദൈവപുത്രൻ പ്രത്യക്ഷനായി. ഒരു ഹല്ലേലൂയ, സ്തോത്രം. ദൈവത്തിന്റെ മഹത്വം. ഞങ്ങൾക്ക് വേണ്ടി ഇന്നലെ ആ ശുശ്രൂഷകളൊക്കെ നിവർത്തിച്ച സീനിയർ പാസ്റ്ററിനോട് നന്ദി പറയുന്നു. ഇന്നലത്തെ മെസ്സേജ് ചെറിയൊരു മെസ്സേജ് ആയിരുന്നെങ്കിലും അത് ആലിസിനെയും കുടുംബത്തിനെയും എന്ന് മാത്രമല്ല ഞങ്ങളെല്ലാവരെയും ഒത്തിരി ടച്ച് ചെയ്തു. നന്ദി പറയുന്നു. അതുപോലെ ഈ എല്ലാ കാര്യങ്ങൾക്കും ഞങ്ങൾക്ക് ഇത്രയും മാത്രം സപ്പോർട്ട് ചെയ്ത് തന്ന ചർച്ചിനോടുള്ള നന്ദി പറയുന്നു. എല്ലാവരും ഞങ്ങൾക്ക് വേണ്ടി ഇനിയും പ്രാർത്ഥിക്കണമെന്ന് അപേക്ഷിച്ചുകൊണ്ട് ടെസ്റ്റിമണി നിർത്തുന്നു. അനുഗ്രഹിക്കപ്പെട്ട സാക്ഷ്യത്തിനായി ഇവർ കുടുംബമായിട്ട് ഇവിടെ നിൽക്കുന്നത് ഒരു അത്ഭുതമാണ്. സ്തോത്രം. ഒരിക്കലും സംഭവിക്കരുതാത്ത കാര്യമാണ്, പക്ഷേ ദൈവത്താൽ സകലവും സാധ്യം. ഒരു രാഷ്ട്രീയ കുടുംബ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർന്നതാണ് സുജാത. നമുക്കെല്ലാം അറിയാം. മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃസ്ഥാനത്ത് നിന്നിരുന്ന സഖാവ് എം ലോറൻസിൻ്റെ മകളാണ്. ആ ഒരു പശ്ചാത്തലത്തിൽ ഒരിക്കലും ദൈവഭാഗത്തേക്ക് ചൂടുമാറി കുത്തും എന്നാരും ചിന്തിച്ചില്ല. പക്ഷേ കാല് മാറ്റി കുത്തി. ഈ ജോണും ലോറൻസും തോമസും ഒക്കെ നിങ്ങൾ കാണുന്ന ടൈപ്പൊന്നും അല്ലായിരുന്നു. ആർക്കും ഒതുങ്ങാത്ത സാധനങ്ങളായിരുന്നു ഇവിടെ ഇരിക്കുന്നവരൊക്കെ സ്വതന്ത്രം. പക്ഷേ ഇതുപോലെ ദൈവം കൊണ്ടുവന്ന് നിർത്തിയതോർത്ത് ഞാൻ ദൈവത്തെ സ്തുതിക്കുക. അതിന് പിന്നിൽ സുജാതയുടെ കണ്ണുനീര് ഒത്തിരിയുണ്ട്, പ്രാർത്ഥന ഒത്തിരിയുണ്ട്. അപ്പോൾ നിങ്ങളെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. എല്ലാവരെയും കാണാനിടയാക്കിയല്ലോ. ഗോഡ് ബ്ലസ് യു ഓൾ. വി ആർ വെരി ഹാപ്പി ടു സീ ഓൾ ഓഫ് യു. ഓക്കെ, ഗോഡ് ബ്ലസ് യു ഇൻ യുവർ ഫ്യൂച്ചർ ലൈഫ് ആൻഡ് the church will pray for you. So all the wishes of the Felicity Church of God, your future, your ministry, your secular job, everything. That God bless all of you. Praise the Lord.